വെൻ യു ആർ ഹാപ്പി ഇറ്റ് ലൈറ്റ്സ് സംതിങ് ഇൻ മീ ടു. അങ്ങനെ തോന്നാറുണ്ടോ? ഒരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുക, നമുക്കൊരു സ്പാർക്ക് തോന്നുക. മറ്റൊരാളുടെ സന്തോഷം നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ടോ? ശരിക്ക് ഒന്ന് ആലോചിക്കുക. ഒരു കൂൾ മൈൻഡായിട്ട് മറ്റൊരാൾ സന്തോഷിക്കുന്നു, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, അത് നിങ്ങളിൽ സന്തോഷം തരാറുണ്ടോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂഷ്വലി പറയുന്ന കുറേ വിഷസില്ലേ, ഹാപ്പി ന്യൂ ഇയർ, അതുപോലെ ലൈക്ക് സംതിങ്, ഇന്നൊരു വിഷു ദിവസമാണ്, അപ്പോൾ ഹാപ്പി വിഷു എന്ന് പറയും. അപ്പോൾ മറ്റൊരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ടോ? എന്തെങ്കിലും സന്തോഷങ്ങൾ, ആഘോഷങ്ങൾ കാണുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടിയുണ്ട്. ഇതിൻ്റെ ഒരർത്ഥം ഇങ്ങനെയാണ്: നിങ്ങൾ ഒരാളുമായിട്ട് നല്ലൊരു കണക്ഷൻ സൂക്ഷിക്കുന്ന ഒരാളാണ്, നിങ്ങളൊരു ഹാപ്പി മൈൻഡിൻ്റെ ഉടമയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയും, നിങ്ങൾക്ക് സ്ട്രെസ്സൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്ട്രെസ്സൊന്നും ഒരു പ്രശ്നമേ അല്ല, കൂൾ മൈൻഡഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരാളുടെ ഹാപ്പിനെസ് നമ്മളുടെ ഒരു ഹാപ്പിനെസ് ആയിട്ട് കണക്ക് കൂട്ടാമെങ്കിൽ എത്ര എത്ര ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം നമ്മുടെ ബ്രെയിനൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തേക്കണത്. വി നാച്ചുറലി മിറർ ഇമോഷൻസ്. നമ്മളൊരാൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മളും ഹാപ്പി ആണെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നമ്മളിലേക്ക് എടുക്കുകയാണ്. നമ്മൾ ചില സമയത്ത് എംപതൈസ് ചെയ്യാറില്ലേ ആൾക്കാരുടെ കാര്യങ്ങളിൽ? അതുപോലെ തന്നെയാണ് ഹാപ്പിനെസ്. ഇറ്റ് ഷോസ് യു കെയർ അബൌട്ട് ദം. അതൊരു കാര്യമാണ്. വെൻ സമ്മൺ ലൈക്ക് മാറ്റേഴ്സ് ടു യു, നമ്മളുടെ ഇഷ്ടപ്പെട്ട ഒരാൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും അല്ലേ? അതായത് അവരുടെ സന്തോഷങ്ങൾ, അവരുടെ വിജയങ്ങൾ എല്ലാം നമ്മുടെ പേഴ്സണൽ ഹാപ്പിനെസ് ആണ്. ഇറ്റ്സ് ലൈക്ക് യുവർ ബ്രെയിൻ സേസ് വി ആർ ഇൻ ദിസ് ടുഗെദർ. ഈ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു അങ്ങനെ പറയും അല്ലേ? ഇതേപോലെയാണ് നമ്മുടെ ബ്രെയിനും നമ്മളോട്. അവരുടെ ഹാപ്പിനെസ് നമ്മൾ മിറർ ചെയ്യുമ്പോൾ നമ്മളിലും ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും പോസിറ്റിവിറ്റിയും നിറയ്ക്കും. അതുപോലെ മറ്റൊരാളുടെ ഹാപ്പിനെസ്സിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ എന്താ, ഇറ്റ് സ്ട്രെങ്തൻസ് യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴം കൂട്ടും. ഷെയറിങ് ഹാപ്പിനെസ് ബിൽഡ്സ് ട്രസ്റ്റ് ആൻഡ് ക്ലോസ്നെസ്. പീപ്പിൾ വി ഫീൽ സേഫ് അറൗണ്ട് ദോസ് ഹു സെലിബ്രേറ്റ് നം. നമ്മളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളില്ലേ, അവരുടെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഹാപ്പിയാവും അല്ലേ? നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, നമ്മളുടെ വിജയങ്ങൾ, നമ്മുടെ എക്സാം റിസൾട്ട്സ് വന്നിട്ട് അതിൽ സന്തോഷിക്കുന്ന ആൾക്കാർ, അപ്പോൾ നമ്മൾ അവരോട് കൂടുതൽ കണക്റ്റഡ് ആവും അല്ലേ? അതുപോലെ ഇപ്പോൾ ആഘോഷങ്ങൾ വരുമ്പോൾ ന്യൂ ഇയർ വരുമ്പോൾ നമ്മളോടൊപ്പം ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് കൂടുതൽ കണക്റ്റഡ് ആവും. അത് നമ്മുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ബോണ്ട് കൂട്ടും. ആ ഒരു ബോണ്ട് ഇറ്റ് ഷിഫ്റ്റ്സ് യുവർ മൈൻഡ് സെറ്റ്. അവർക്ക് മാത്രമല്ല, നമ്മുടെ റിലേഷൻഷിപ്പ് മാത്രമല്ല, നമ്മുടെ മൈൻഡ് സെറ്റും നമുക്ക് മാറ്റും. കാരണം അവർക്ക് ലൈക്ക് ദേ ആർ ഹാപ്പി, വൈ നോട്ട് മീ? അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. യു സ്റ്റാർട്ട് തിങ്കിങ് ഗുഡ് തിങ്സ് ആർ പോസിബിൾ. നിങ്ങൾക്ക് മനസ്സിലാവുന്നു നല്ല കാര്യങ്ങൾ പോസിബിൾ ആണെന്നുള്ളത്. ദാറ്റ്സ് ബിഗ് മെൻ്റൽ അപ്ഗ്രേഡ്. നമുക്കും നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളത് ഒരു ബിഗ് മെൻ്റൽ അപ്ഗ്രേഡാണ്. ഇറ്റ് റെഡ്യൂസസ് നെഗറ്റിവിറ്റി. ഒരാളുടെ നന്മയിൽ നമ്മൾ സന്തോഷിക്കുമ്പോണ്ടല്ലോ, നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി ഒക്കെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. വെൻ യു ഫോക്കസ് ഓൺ അതേഴ്സ് ജോയ് ദർസ് ലെസ് സ്പേസ് ഫോർ കമ്പാരിസൺ, ജെലസി ഓർ ഓവർ തിങ്കിങ്. ഇറ്റ് ആക്ച്വലി ബൂസ്റ്റ് യുവർ ഓൺ ഹാപ്പിനെസ്. നമ്മുടെ സ്വന്തം സന്തോഷമല്ലേ കൂട്ടാനായിട്ട് ഈ ഒരു കാര്യം സഹായിക്കും. പോസിറ്റീവ് ഇമോഷൻസ് സ്പ്രെഡ് പോസിറ്റിവിറ്റി. ബീങ് അറൗണ്ട് ഹാപ്പി പീപ്പിൾ, നമ്മളും ഹാപ്പിയാവും. അലൗവിങ് യുവർ സെൽഫ് ഹാപ്പി ആൻഡ് ഇറ്റ് ലിവ്സ് യുവർ ഓൺ മൂഡ്. ഇറ്റ് ബിൽഡ്സ് ഇമോഷണൽ മെച്യൂരിറ്റി. നമ്മൾ ഇമോഷണലി മെച്യൂർ ആയതാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ. ബീങ് ജെന്യൂൻലി ഹാപ്പി ഫോർ അതേഴ്സ് മീൻസ് യു ആർ ഗ്രോയിങ്. നോട്ട് എവ്രി വൺ ക്യാൻ ഡു ദാറ്റ് ഈസിലി. അതായത് എല്ലാവർക്കും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനൊന്നും പറ്റില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ നിങ്ങൾക്കത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെച്യൂർ ആളാണ്. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഫീലിംഗ് ഹാപ്പി ഫോർ അതേഴ്സ് ഈസ് ഇൻ ലൂസിങ് എനിത്തിങ്. നമുക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല അല്ലേ? ഇറ്റ്സ് ആഡിങ്. നേരെ മറിച്ച് അതിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? മോർ ഗുഡ് എനർജി ടു യുവർ ഓൺ ലൈഫ്. നിങ്ങൾ കുറച്ചും കൂടി നേരം ഹാപ്പി ആയിട്ടിരിക്കും, നിങ്ങൾ കുറച്ചും കൂടി നേരം കൂളായിട്ടിരിക്കും, നിങ്ങൾ കുറച്ചും കൂടി നേരം സന്തോഷിക്കും, നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി കൂടും. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു സാധനം കൊടുത്താൽ നമുക്ക് ഒരു സാധനം തിരിച്ചു കിട്ടുന്നത് എന്താണെന്നറിയോ? സ്മൈൽ. വെൻ യു സ്മൈൽ അറ്റ് സം വൺ യു വിൽ ഗെറ്റ് വൺ മോർ സ്മൈൽ. കറക്റ്റ് അല്ലേ? അപ്പം മറക്കണ്ട, ആരെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ ഹാപ്പിനെസ്സിൽ പങ്കുചേരുക, പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാം. സോ ഫോർ എവ്രി വൺ അറൗണ്ട് മീ, സെലിബ്രേറ്റ് ഹാപ്പിനെസ്, സെലിബ്രേറ്റ് പോസിറ്റിവിറ്റി, സെലിബ്രേറ്റ്
Smile all around the world. Celebrate peace and prosperity. Thank you for listening to me, Jita.